ശരിക്കും അമ്മൂമ്മയുടെ പൈസ ഇല്ലേ? അതല്ല, ഈ കുഴമ്പിനും മരുതിന് പോലെ 800 രൂപ എടുക്കാനില്ല എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി വിശ്വസിക്കാൻ എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോ ഇല്ലായിരിക്കൂടാ. അങ്ങനാണെങ്കിൽ ഇവര് കാര്യം ചെയ്യാം, വണ്ടിയുടെ പണി കുറച്ച് തള്ളി വെക്കാം. എന്നാ ഷോപ്പിൽ വിളിച്ച് പറ. 800 രൂപ കാണൂലായിരിക്കും അല്ലേ? വണ്ടി എത്രയും പെട്ടെന്ന് പണിത് ഇറക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അമ്മൂമ്മ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അമ്മൂമ്മയുടെ ഈ സ്വർണ്ണയില്ലേ, അതങ്ങ് പണയം വെച്ചാ പോരി. പോയി പറ, ഇപ്പൊ കിട്ടും. വേണ്ട. ആന്റി, ഒരു പച്ച സ്റ്റിക്ക് ഉണ്ടായിരുന്നോ? ഇല്ലേടാ. ഇത്രയുള്ള ഒരു കുഞ്ഞു സ്റ്റിക്ക് ഇല്ല കണ്ണാ, ഞാൻ പാക്കല. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി. ഇത്രയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇവളോ ഉള്ള സ്ട്രോങ് ആണ് സ്റ്റിക്ക് ഞാൻ പാക്കല പാറു. പാത്തുന്ന ഞാൻ എടുത്തു വെച്ചു. നല്ലൊരു സ്റ്റിക്കായിരുന്നു. അയ്യോ കടിച്ചു ഞാൻ என்னம்மா இது? ഇത് വരണി. என்ன ஊர்காயா? ഇത് ഊർഗായും ഗീർഗായും ഒന്നും അല്ല. നീ കടയിൽ പോയിട്ട് വരുന്നതിന്റെ ബാക്കി ചില്ലറ പൈസ കൊണ്ട് തരത്തില്ലയോ, അതെല്ലാം കൂടി ഇട്ട് വെച്ചിരുന്നതാ. പൈസ? ആ മോളെ, പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കനകം കടയിലൊക്കെ പോയിട്ട് വരുമ്പോ ചില്ലറ ബാക്കി കൊണ്ട തരത്തില്ലയോ, അതെല്ലാം കൂടി ഇട്ട് വെച്ചിരുന്നതാ. നാളെ പടവലത്തൊന്ന് പോണം. അപ്പൊ ഓട്ടോ കാശ് കൊടുക്കാനെങ്കിലും ആവുമല്ലോ. ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലേ അമ്മൂമ്മയുടെ കയ്യില്? ഇല്ല മക്കളെ, പണ്ടേ സൊസൈറ്റി പൈസ കടന്ന സമയത്ത് ഇച്ചിരി പലിശയൊക്കെ കിട്ടുമായിരുന്നു. അതൊരാച്ചായിരുന്നു. ആശ്വാസമായിരുന്നെന്ന്. അമ്മൂമ്മയുടെ കയ്യില് പൈസ തീരെ എടുക്കാനില്ലെങ്കിൽ ഞാനൊരു 1000 രൂപ തരാം. വേണ്ട മക്കളെ, ഇപ്പൊ വേണ്ട. 2-3 ദിവസം കഴിയുമ്പോ ചിലപ്പോ വേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നേരം തന്നാ മതി. அம்மா, முன்னா நேத்து தானே நீங்க 500, 200, 100, 50 அந்த நோட்டெல்லாம் நான் எண்ணறது பார்த்தேன். அந்த நோட்டெல்லாம் എങ്ക പോச்சு? അതൊക്കെ ഒരു ആവശ്യത്തിനായിരുന്നു. അതെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തീർത്തു. എന്താ ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിച്ച് ആർക്കാന്നറിയൂ? അമ്മൂമ്മക്ക്. എനിക്കോ? ആ ലോട്ടറി അല്ല, വേറൊരു ടൈപ്പ് ലോട്ടറി. കാര്യം തെളിച്ച് പറ. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലേ, ആ സൊസൈറ്റിയിലെ 4-5 സ്റ്റാഫുകൾ ചേർന്ന് അവിടുത്തെ കാശ് മുക്കി. സോഷ്യൽ മീഡിയയിൽ നല്ല ന്യൂസ് വന്നിട്ടുണ്ട്, വായിച്ചു നോക്ക്. പടവലം സഹകരണ സംഘത്തിൽ വൻ തിരിമറി. നിക്ഷേപകരുടെ പൈസ ചില സ്റ്റാഫുകൾ ചേർന്ന് തിരിമറി നടത്തി. മൊത്തം 4 കോടിയുടെ തട്ടിപ്പ്. നിക്ഷേപകർ ആശങ്കയിൽ. ഫോട്ടോ ഉണ്ടോ അവരുടെ? ഫോട്ടോ ഒന്നുമില്ല, ഹെഡ്ലൈന്. ഇനി ബാക്കി ന്യൂസ് വരും. എടാ, നീ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയേ. അമ്മൂമ്മ ടെൻഷൻ അടിക്കണം എന്തിനാ? എന്റെ അമ്മൂമ്മ എന്തോ ഭാഗ്യത്തിനാണ്. അമ്മൂമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം. എടാ, നീ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്ക്. ഓ ശരി, ഒറ്റ മിനിറ്റ്. ഹലോ ഉമേഷ് ചേട്ടാ. നീ എന്തിനാ ഉമേഷിനെ വിളിക്കുന്നേ? ഇല്ല മുമ്മ, ഉമേഷ് ചേട്ടോ, നമ്മുടെ പടവലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇല്ലേ, അവിടെ ഒരു ന്യൂസ് കേട്ടിപ്പം. ഓ അത് തന്നെ. അയ്യോ, ആണോ? എടാ പഹയന്മാരെ. ശരി ശരി ശരി. എന്താടാ? എന്താ?
ഉമേശേട്ടൻ പറയണ അമ്മൂമ്മ കുറെ കൊല്ലങ്ങളായിട്ട് അവന്മാർക്ക് ഈ പരിപാടി ഉള്ളതാണെന്ന്. ഇപ്പൊ പുറത്ത് ന്യൂസ് വന്നോണ്ടാ എല്ലാരും അറിയുന്നേന്ന്.